പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നു. അതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ യേശു കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് യേശു കർത്താവ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കാനായി കടന്നു വന്നു. പ്രസംഗം വളരെ ശ്രദ്ധയോടെ അവർ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം പ്രസംഗം ദീർഘമായി, സന്ധ്യ ആകുന്ന ഒരു സമയമായി. സന്ധ്യയാകാറായപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഗുരു, ഇവരൊക്കെ ദൂരെ നിന്ന് വന്നവരാണ്, അതുകൊണ്ട് ഇവരെ സന്ധ്യയാകുന്ന ഇവരെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറഞ്ഞൊരു വാക്കിതാണ്, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുപ്പീൻ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവർ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവർ വഴിയിൽ വെച്ച് അവർ തളർന്ന് വീണുപോകും. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഒരു പക്ഷെങ്കിൽ വന്ന ജനത്തെ പറഞ്ഞു വിടുവാനുള്ള ആഗ്രഹമാണ് ശിഷ്യന്മാർക്കുണ്ടായിരുന്നതെങ്കിൽ വന്ന ജനത്തെ പറഞ്ഞു വിടുമ്പോൾ അവർ തൃപ്തരായി പോകണമെന്ന് ആഗ്രഹിച്ചവരത്രേ നമ്മുടെ കർത്താവ്. സ്തോത്രം. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നാം സ്നേഹിക്കുന്നവർ, നമ്മെ കരുതുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മെ തൃപ്തിപ്പെടുത്താതെ നമ്മെ വേഗത്തിൽ ഒഴിവാക്കാനായി ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് ശ്രമിക്കുന്നത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ആവശ്യം എന്താണോ അതിനെ നിറവേറ്റി തന്ന് നമ്മെ ബലപ്പെടുത്തി വിടുന്ന ഒരു കർത്താവ് അത്രേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എത്രയോ പ്രാവശ്യം നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ സഹായിക്കും. ഞാൻ പോകുന്ന പള്ളിയിലുള്ളവർ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന കൂട്ടായ്മയിലുള്ളവർ, ഞാൻ പോകുന്ന സമൂഹത്തിലുള്ളവരൊക്കെ എന്നെ സഹായിക്കും എനിക്ക് ആപത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അവരെനിക്ക് വേണ്ടതൊക്കെ തരുമെന്ന് നിങ്ങൾ എത്രയോ പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ചില ആവശ്യങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അവരുടെ മുമ്പിൽ അത് കൈനീട്ടിയപ്പോൾ എത്ര പേർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന, നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ നടക്കുന്നവർ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നടക്കുന്നവർ, നിങ്ങൾ കൂടെ ഇരിക്കുന്നവർ അറിയാത്തത് യേശു കർത്താവ് അറിയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു അറിയുന്നത് എന്താണ്? പുറമേ ഉള്ളതായ കാര്യങ്ങളെക്കാൾ അധികമായി യേശു ഹൃദയങ്ങളെ അറിയുന്ന ദൈവമത്രേ. അതുകൊണ്ടാണല്ലോ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, മനുഷ്യനോ പുറമേ ഉള്ളത് നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളു കത്തുന്നത്, ഹൃദയം വേദനിക്കുന്നത് കർത്താവ് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവരൊരിക്കലും അത് പ്രതീക്ഷിച്ചതല്ല. അവർ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും വേഗത്തിൽ ഇവരെ അങ്ങ് പറഞ്ഞു വിടാമെന്നാണ്. അല്ലേ? സമൂഹം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളിലുള്ള ശല്യം എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുക എന്നുള്ള. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, അല്ലെങ്കിൽ നാം പോകുന്ന അതേ ആരാധനായ ആത്മീക മണ്ഡലങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് നാം പോകുന്നിടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെയുള്ളവരൊക്കെ അതേ ഒരു പക്ഷെങ്കിൽ അവര് നമ്മളെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമ്മളൊരു ശല്യമായിട്ടാണ് കരുതുന്നത്. എന്നാൽ യേശു കർത്താവിന് നമ്മൾ ഒരിക്കലും ഒരു ശല്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ എന്ന് വിളിച്ച് നാം ചെല്ലുവാൻ മടിയുള്ളവരായാലും നമ്മെ വിളിച്ചു ചേർക്കുന്ന ഒരു കർത്താവാണ്. അങ്ങനെയാണല്ലോ സക്കായി യേശുവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ യേശു പറഞ്ഞ, സക്കായിയെ, ഇന്ന് ഞാൻ നിന്റെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നിന്റെ ഭവനത്തിന്റെ അവസ്ഥകളെ അറിയുന്ന ദൈവം, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന വേദനകളെ ഉള്ളതുപോലെ അറിയാവുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മെ നടത്തുന്ന ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മെ സഹായിക്കുന്ന ദൈവമാണ്, നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ദൈവമാണ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം എത്രയധികം വേദനയുടെ അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നുവെങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങളെ നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. സ്നേഹിതരെ, ആരൊക്കെ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കൂടെ നടന്നവർ, നിങ്ങളുടെ ജീവിത പങ്കാളിയൊക്കെ ഒരു പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ നിങ്ങൾ തളർന്നു പോകരുത്, തകർന്നു പോകരുത്. യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആകയാൽ ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ വിശന്നിരിക്കുന്നത് കാണുവാൻ ഇഷ്ടമില്ലാത്തവൻ അത്രേ കർത്താവ്. നിങ്ങൾ തളർന്നിരിക്കുന്നത്, തകർന്നിരിക്കുന്നത്, നിങ്ങൾ കുഴിയിൽ കിടക്കുന്നത് കാണുവാൻ അതിൽ കണ്ട് സന്തോഷിക്കുന്നവനല്ല കർത്താവ്. യേശു കർത്താവ് നിങ്ങളുടെ സകല പാപങ്ങളെയും വിടുവിക്ക്, പാപത്തെയും രക്ഷിക്കുന്ന ദൈവം അത്രേ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ
പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം? ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആണെങ്കിൽ ഇന്ന് പകലക്കാലം നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ തളർന്നിരിക്കുന്നത്, ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിച്ചോളുക. ഇന്ന് പകലക്കാലം നിങ്ങൾക്ക് കഴിച്ച് തൃപ്തി പ്രാപിപ്പാനുള്ള സകലതും ദൈവം നൽകുന്ന ദൈവം അത്രേ. ഈ കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുക. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 24 മണിക്കൂറും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്നോടൊപ്പമുണ്ട്. അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ വഴിയിൽ പട്ടുപോകാതെ നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ കഴിയുന്ന ഒറ്റ നേതാവേ ഉള്ളൂ, ഒറ്റ രക്ഷകനേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു അത്രേ. ആ യേശുവിൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഇന്നത്തെ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.